ഈ പശു ഇങ്ങനെ കയറി പോകാറുണ്ടോ കാട്ടിലേക്ക്? പോകാറില്ല. പശു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ പോയി നോക്കി അടിച്ചു കൊണ്ടുവരാറാണ് പതിവ്. പക്ഷേ ഈ പശു തന്നെ തിരിച്ചു വന്നു. പോവാ ഇന്നലെ വൈകിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇവരെ പക്ഷേ ഈ മായും പാറക്കുട്ടിയും ഡാർലിയും ഒന്നും വിവരം അറിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വൈകുന്നേരം 4:15 വരെയാണ് ഇവർക്ക് ഫോണിൽ മായയ്ക്ക് സംസാരിക്കാൻ സാധിച്ചത് ഹസ്ബൻഡുമായിട്ട്. 4:15 ശേഷം ഇവരുമായിട്ട് ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? 4:15 വരെ ഇവർ സുരക്ഷിതമായിട്ട് ഈ പാറക്കെട്ടിന് മുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്. അതെ. ഇപ്പോൾ ഡാർലിയുടെ അമ്മയുണ്ട്, ഒപ്പം തന്നെ മായയുടെ. എപ്പോഴാണ് ചേച്ചി പോയത് വീട്ടിൽ നിന്ന്? 2 മണിയാവും ഇവിടുന്ന് പോകുമ്പോ. സാധാരണ വനത്തിൽ ഇങ്ങനെ കയറി പോകാറുണ്ടോ? അങ്ങനെ ദൂരെ പോകാറില്ല, ഈ അടുത്ത പ്രദേശത്തൊക്കെ പോകാറുള്ളൂ. അപ്പൊ ഈ പശുവിനെ കാണാതെ വന്നപ്പോ ഞങ്ങൾ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാ. ഞങ്ങൾ കൂട്ടുകൂടിയൊക്കെ കാട്ടിൽ നടക്കണതാ. ഞങ്ങൾ പോത്തിരി മായയുടെ കൂട്ടുകാരത്തിയാ. അപ്പം ഞങ്ങൾ കൂട്ടുകൂടിയൊക്കെ നടന്നിട്ടുള്ള കാട്ടിൽ കൂടെ. അപ്പോൾ കാട് എനിക്ക് ഒരുമാതിരി കാടൊക്കെ പരിചയമുള്ള ആളാ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ പോകും. അപ്പം ഞാൻ ഇപ്പോൾ അവർ പോയപ്പം ഞാൻ അവരോട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി ഇവിടെ നിൽക്ക്, ഞങ്ങൾ പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ കൂടെ പോകാൻ തയ്യാറായതായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്കൊരു വിഷമം. ഞാൻ ചെല്ലാന്ന് പറയുകയും ചെയ്തു, ഞാൻ പോയുമില്ല. ഞാനിവിടെ നിൽക്കുകയല്ലേ പോയത്. എനിക്ക് ഭക്ഷണം തന്നിട്ടാണ് പോയത്, കാപ്പി തന്നിട്ടാണ് അവൾ പോയത്. എനിക്കൊരു വിഷമം കാണാം കാരണം കൊണ്ട്. ഈ കാടൊക്കെ അറിയാവുന്നവരാണോ ഇവർ പോയവർ? എനിക്ക് കാടൊക്കെ അറിയാവുന്ന, പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് പോകില്ല കാട്ടിക്കൂടി. ധൈര്യമുള്ള ആണുങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പോകാമായിരുന്നു. അല്ല, ഒറ്റയ്ക്ക് ഞാൻ പോകത്തില്ല. ഈ മായയൊക്കെ അങ്ങോട്ടൊന്നും പോന്നിട്ടില്ല. മായ അത്ര ദൂരെ ഒന്നും പോയി. ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ അവള് പോന്നിട്ടില്ല. അവള് ഈ ഇട്ടവട്ടമൊക്കെ കറങ്ങിയിട്ടുള്ളൂ. അവിടെ ഈ ധൈര്യം കൂടുതലുള്ളത് കൂടുതലുള്ള ആൾക്ക് എവിടെയാണ് എന്ന് കൂടി ഒന്ന് ചോദിക്കൂ സേഫു അവരോട്. ഈ പാറക്കുട്ടി എന്ന് പറഞ്ഞ ചേച്ചിക്കാണ് അവളാണ് ഇച്ചിരി അറിവുള്ളത്. അരുൺകുമാർ കേട്ടില്ല. അതായത് ഈ പാറക്കെട്ട് എവിടെയായിരിക്കും? ഇവര് കാടിനുള്ളിൽ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞത്? ഞങ്ങളുടെ സംശയം മുഴുവനും. കയറിയിരിക്കാൻ സാധ്യതയുള്ള പാറക്കെട്ട് ഏത് ഭാഗത്തായിട്ട് പോയിട്ടില്ലേ? അപ്പൊ പാറക്കെട്ട് ഏതൊക്കെ ഭാഗത്താണ്? അങ്ങോട്ട് പോകണം. പാറക്കെട്ട് ഈ 4 സ്ഥലങ്ങളെല്ലാം പാറക്കെട്ടുണ്ട്. പക്ഷേ അവിടെ ഇപ്പൊ അവള് പറഞ്ഞ സ്ഥലം ഞാൻ അറിയുന്ന സ്ഥലമാണ്, ഞെരീനെന്ന് പറഞ്ഞ സ്ഥലം. അവിടെയും പാറക്കെട്ടുണ്ട്. അവിടെ ഇവര് പരിശോധന നടത്തിയായിരുന്നോ? അവരിവിടെ പോയോ എന്ന് പോയോ ഇല്ലെന്ന് എനിക്കറിയില്ല. പോയിട്ടുണ്ടല്ലേ? ഈ ഒരു കുളത്തിന്റെ അടുത്തുണ്ട് എന്ന്, ആനകൾ വെള്ളം കുടിക്കാൻ തന്നെ ഒരു കുളത്തിന്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞിരുന്നു. ചെക്ക് ഡാമും ഉണ്ട്, പാറയും ഉണ്ട്. ഞങ്ങൾ പാറയുടെ സൈഡിൽ നിൽക്കുമെന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞ് ഫോൺ വെച്ച് പിന്നീട് ഫോൺ എടുത്തിട്ടില്ല. ഇന്നലെ നൈറ്റ് നമ്മുടെ ഡ്രോൺ പരിശോധന ചെയ്തിട്ടുണ്ടോ ഈ തെർമൽ പേഡ് വെച്ചിട്ട്. ഇപ്പോൾ ഡേ ടൈമിലാണ് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് ആക്ച്വലി ഡ്രോൺ വെച്ചിട്ട്. ഇവര് ഡേ ടൈം ആകുമ്പോൾ ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ടോ? സുരക്ഷിതമായിട്ടാണ് ഇരിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് അത് പ്രതീക്ഷിക്കാം? ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല എന്താണത്. സോ നമുക്ക് ഉദ്ദേശിക്കുന്നത് സുരക്ഷിതമായ ഒരു സ്ഥലങ്ങളിൽ ഉണ്ടാവും. സോ നമ്മുടെ സ്റ്റാഫ് ഡേ ടൈമിൽ അറ്റ്ലീസ്റ്റ് കാണപ്പെട്ട സ്ഥലത്ത് പോയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൾക്കാരെ ഇവിടെ പുറത്ത് കൊണ്ടുവന്ന് നമുക്ക് ശ്രമിക്കണം. ഈ ഡ്രോൺ റേഞ്ച് ഉണ്ടോ? അത്തരം കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ? അത് ഇന്നലെ ഒരു സ്ഥലത്ത് ട്രൈ ചെയ്തിട്ടുണ്ടോ, അത് കിട്ടിയിട്ടില്ല. ഒരു 1.5 to 2 കിലോമീറ്റർ അകത്ത് വേറെ മാത്രം പോയിട്ടുണ്ട്. അതിനുശേഷം ഈ റേഞ്ച് കിട്ടിയിട്ടില്ല, ലൈൻ ഓഫ് സൈറ്റ് കിട്ടിയിട്ടില്ല. ഇപ്പോൾ വേറെ സ്ഥലത്ത് നമുക്ക് നോക്കുന്നുണ്ട്. ആക്ച്വലി അകത്ത് പോയിട്ട് ഒരു ഡ്രോൺ ഉണ്ട് നമ്മുടെ കയ്യിലത്. മറ്റ് കൂടുതൽ ഫോഴ്സിനെ വല്ല എത്തിക്കുന്നുണ്ടോ? ആൾറെഡി 5 ടീമുണ്ടോ. അതല്ലാതെ നമുക്ക് ഇനി ഒരു 3 ടീമാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ഇനി ഒരു 3 ടീം അകത്ത് പോകും. ഈ കാടിന്റെ അകത്തേക്ക് പോകുന്നവരും എങ്ങനെയാ സാർ? അത് ദുർഘടമായ സ്ഥലമാണോ? ഇത് ഒരു തിക്ക് ഫോറസ്റ്റ് ആണ്. ഒരുപാട് എലിഫൻസ് ബാക്കി വന്യമൃഗങ്ങളുടെ സ്ഥലങ്ങളാണ്. സോ നമുക്ക് നോക്കിയിട്ട് സുരക്ഷിച്ചാണ് അകത്ത് പോകണം. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് എന്തെങ്കിലും രീതിയിലുള്ള സെർച്ച് സാധ്യമാണ്? അത് ആക്ച്വലി നമ്മുടെ ആൾറെഡി ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്. സോ ലാസ്റ്റ് ലൊക്കേഷൻ നോക്കിയിട്ട് നമ്മുടെ ആൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ട്. സോ അവിടെയാണ് മാക്സിമം നമ്മുടെ ടീംസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ചെക്ക് ഡാം ഒക്കെ എത്ര ഉണ്ട് സാർ? കാരണം അവർ ഇന്നലെ ചെക്ക് ഡാമിന്റെയും പാറപ്പുറത്തിന്റെയും കാര്യം അതാണ്. ഈ ഭാഗത്ത് നമുക്കൊരു 3 ചെക്ക് ഡാമുകളുണ്ട്. സോ അതിൽ ഈ ഏതൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ലൊക്കേഷനോ ഇവിടുത്തെ ഒരു 2 കിലോമീറ്റർ ഏരിയൽ ഡിസ്റ്റൻസിലുള്ള ചെക്ക് ഡാമാണ്. അതിൽ കേന്ദ്രീകരിച്ചാണ് ഇന്നലെ നൈറ്റ് മൊത്തം നമ്മുടെ സെർച്ച് ചെയ്തിട്ടുണ്ട്. ബട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. ഇനിയും ഉണ്ടെങ്കിൽ ബാക്കി 2 ചെക്ക് ഡാംസും നമുക്ക് നോക്കാം. ഇവർ ആനകൾ വെള്ളം കുടിക്കാൻ വരുന്ന ഭാഗത്ത് ഉണ്ടാകും എന്ന് പറഞ്ഞ് ഫോണിൽ നേരത്തെ ബന്ധുക്കളെ ഇവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആ ഭാഗത്ത് പരിശോധന നടത്തി. അതെ, ആ ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്താണ് ഇന്നലെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടത്. സോ ബട്ട് ഒന്നും കിട്ടിയിട്ടില്ല. സോ അതല്ലാതെ ഇനി 2 നമ്മുടെ ഒരു ചെക്ക് ഡാമുകളുണ്ട്. അത് നമുക്ക് ഡേ ടൈമിൽ നോക്കും. ഓക്കെ, താങ്ക് യു സാർ. അതാണ്